everyone, welcome to IGNOU Learning. നമുക്കറിയാം IGNOUവിൽ നിന്ന് നമ്മളൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് IGNOUവിൽ നിന്ന് എന്ന് മാത്രമല്ല ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും ഏത് ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളിൽ ഒന്നാണ് എക്സാമിനേഷൻ എന്നുള്ളത് അല്ലേ. IGNOUയുടെ കാര്യത്തിലേക്ക് വരുമ്പം അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോംസിലേക്കും യൂണിവേഴ്സിറ്റീസിലേക്കും വരുമ്പം ഈ ഒരു എക്സാം എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ബേസിക്കലി ഇത്തരം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാ ദിവസവും ഡേ സ്കോളറായിട്ട് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, അവിടുന്ന് കൃത്യമായിട്ട് സിലബസിൽ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവും നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുക എന്നുള്ളത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഹൈക്കോഴ്സ് ലേണിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ MA സൈക്കോളജി, BA സൈക്കോളജി പോലെയുള്ള കോഴ്സുകൾക്ക് റെഗുലർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളായിരിക്കാം മെജോറിറ്റി ഓഫ് ആളുകളും. അപ്പോൾ അവർക്കൊക്കെ എക്സാമിന് പാസ്സാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ കോഴ്സ് കംപ്ലീഷന് എല്ലാ ആളുകൾക്കും, അവർക്കെന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ IGNOUയുടെ MA സൈക്കോളജി കോഴ്സ് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ IGNOUയുടെ MA സൈക്കോളജി എക്സാം നമുക്ക് എങ്ങനെ പാസ്സാവാം? ഓഫ് കോഴ്സ് പല തിരക്കുകൾക്കിടയിലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സിലബസ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഒന്നും വായിക്കാൻ പറ്റിയില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പാസ് മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിനെ നേരിടാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് IGNOUവിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IGNOU എക്സാമിനെ, MA സൈക്കോളജി എക്സാമിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, MA സൈക്കോളജി എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, MA സൈക്കോളജി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ കൊടുത്തിട്ടുള്ള SLMൽ കൊടുത്തിട്ടുള്ള ആസ്പെക്ട്സുകൾ, കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അതുപോലെയുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരം വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്തേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MA സൈക്കോളജിയിലെ ഡിസംബർ 2017 ടേം ആൻഡ് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന കോഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ആൻസർ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ക്വസ്റ്റ്യനിൽ എന്താണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എത്ര വേർഡ്സിലാണ് ആ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഇപ്പം സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ MA സൈക്കോളജിയുടേത് 450 വേർഡ്സിലാണ്. ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 450 വേർഡ്സ് ഈച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 10 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്സ്. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ്, 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ നിന്നും 2 എണ്ണമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടതുള്ളത്. ബാക്കി 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന 2 ആൻസേഴ്സാണ്, 2 ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സാണ് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഡിസ്കസ് ദ പാസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ഹൈലൈറ്റ് ഇറ്റ്സ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാസ് തിയറിയെ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ആ പാസ് തിയറി ഉണ്ടായത് ഏതൊരു തിയറിയുടെ ബേസിലാണ്, ആരുടെ വർക്കിൻ്റെ ബേസിലാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏത് ബ്ലോക്കിൽ നിന്നുള്ളതാണ്, ഏത് പോർഷനിലുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പറിൻ്റെ ബ്ലോക്ക് 2-ലെ ഇൻ്റലിജൻസ് തിയറീസ് എന്ന് പറയുന്ന പോർഷനിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആൻസർ ഒന്ന് നോക്കാം. സോ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1-ലെ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് G&S ഫാക്ടേഴ്സ് ആൻഡ് ദ മോഡൽ ഓഫ് JP ദാസ്. JP ദാസിൻ്റെ മോഡലാണ് പാസ് തിയറി എന്നുള്ളത്. അപ്പോൾ നമുക്ക് പാസ് തിയറി എവിടെയാണെന്ന് നോക്കാം. പാർട്ട് 1.4 ആണ് ദാസ്, നഗിലേറി ആൻഡ് കിർബീസ് പാസ് തിയറി എന്ന് പറയുന്ന തിയറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഡിസ്കസ് പാസ് തിയറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തിയറി എന്താണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം 450 വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാനുണ്ട്.
അപ്പോൾ ഇത് തിയറീസ് ഓഫ് സ്പിയർമാൻ തോണ്ടൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ച്. അപ്പം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇതിന് ആൻസർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പറയാം ദിസ് തിയറി ഈസ് ഡിഫറെൻറ്റ് ആൻഡ് സംടൈംസ് അഗെയിൻസ്റ്റ് ദ അതർ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് നമുക്ക് പറയാം. പാസ്റ്റ് തിയറി എന്താണ്, മറ്റു ഇൻ്റലിജൻസ് തിയറീസ് എന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള തിയറിയാണ്. അതുപോലെ തന്നെ മറ്റു ചില തിയറീസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്താക്കാവുന്ന ഒരു തിയറി കൂടാണ് പാസ്റ്റ് തിയറി എന്ന് പറയാം. അപ്പോൾ പാസ്റ്റ് തിയറി ക്രിയേറ്റ് ചെയ്തത് ദാസ്, നഗ്ലേരി ആൻഡ് കിർബിയാണ്. ഇവർ 3 പേര് കൂടിയാണ് ഈ ഒരു തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് 1994. അപ്പോൾ ഇത് ആ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇയർ ആണ്, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇതെന്താണ്, മൾട്ടി ഡയമെൻഷണൽ വ്യൂ ഓഫ് ഇൻ്റലിജൻസ് ആണ്. അഥവാ ഒരു സിംഗിൾ ഡയമെൻഷനിലല്ല ഈ ഒരു തിയറി ഇൻ്റലിജൻസിനെ കാണുന്നത്, പകരം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള തിയറിയാണ്. സ്വാഭാവികമായിട്ടും ഈ ബ്ലോക്ക് 2 പഠിച്ച ഒരു വ്യക്തിക്ക് ഈ ആൻസർ ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ആർ ലൂറിയയുടെ വർക്കാണ്. അവർ ന്യൂറോ സൈക്കോളജിയിലും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലും കോഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തിയ വ്യക്തിയാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓവറോൾ കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ 3 ഫങ്ഷണൽ യൂണിറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തത് ബ്രെയിൻ സ്റ്റം ആണ്. ഒന്നാമത്തെ ഫങ്ഷണൽ യൂണിറ്റ് ബ്രെയിൻ സ്റ്റം ആണ്. അതിൽ പ്രധാനമായിട്ടും അറ്റൻഷൻ അറോസൽ അഥവാ നമ്മുടെ പാസ്റ്റ് തിയറിയുടെ അറ്റൻഷൻ അറോസൽ പാർട്ടാണ് അതിൽ പ്രധാനമായിട്ടും കൺട്രോളായിട്ട് വരുന്നത്. അപ്പോൾ പാസ്റ്റ് തിയറി ഫുൾ ഫോം നമ്മൾ പറയുമ്പോൾ പി പ്ലാനിംഗ് ആണ്, എ അറ്റൻഷൻ അറോസലാണ്, പിന്നെ വരുന്ന 2 എസ്സുകൾ സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സുകളാണ്. സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബ്രെയിനിൻ്റെ ഒരു സിംഗിൾ ഏരിയ അല്ല, പകരം ഓക്സിപിറ്റൽ, പറായിറ്റൽ ആൻഡ് ടെമ്പോറൽ ഏരിയാസ് അല്ലെങ്കിൽ ടെമ്പോറൽ ലോബുകൾ, 3 ലോബുകളാണ് ഇതിൽ സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സുകളാണ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നതാണ് മൂന്നാമത്തെ ഫങ്ഷണൽ യൂണിറ്റ് വിച്ച് ഈസ് ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പല തവണ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് പാസ്റ്റ് തിയറി എന്നും പാസ്റ്റ് തിയറിയിലുള്ള ഓരോ പ്രോസസ്സുകളും എങ്ങനെയാണെന്നും അതിലുള്ള ഓരോ പ്രോസസ്സുകളും അഥവാ പ്ലാനിംഗ് ആവട്ടെ, അറ്റൻഷൻ അറോസലാവട്ടെ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സുകളാവട്ടെ, ഇതൊക്കെ ഏതൊക്കെ ഫങ്ഷണൽ യൂണിറ്റുകളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം തിയററ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ലൂറിയയുടെ ഫൈൻഡിങ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന് ആൻസർ കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എഴുതുന്ന സമയത്ത് ഒരുപാടൊന്നും എഴുതാതിരിക്കാൻ ശ്രമിക്കുക. കാരണം 450 വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു 500 വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണ്ടുള്ളൂ, എഴുതേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നീറ്റായിട്ട് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിൽ സെക്ഷൻ ബിയിൽ, സെക്ഷൻ ബി 250 വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടതുള്ളൂ, 450 വേർഡ്സിൽ എഴുതണ്ട. ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കീ ഇഷ്യൂസ് ഇൻ ദ സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി റിസർച്ചിൽ, സ്റ്റഡിയിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കീ ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അത് ബ്ലോക്ക് 1 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 1.6 ഓഫ് ദ ബ്ലോക്ക് 1 ആൻഡ് യൂണിറ്റ് 1 കീ ഇഷ്യൂസ് ഇൻ ദ സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഇഷ്യൂസും 1 by 1 ആയിട്ട് അതിൽ കൊടുത്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. അതിന് നിങ്ങളതായിട്ടുള്ള എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേതൊക്കെയാണുള്ളത് നോക്കാം. നേച്ചർ വേഴ്സസ് നെർച്ചർ ഉണ്ട്, അഥവാ നമ്മളുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റലക്ച്വൽ അബിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ഒക്കെ നമുക്ക് ജനിക്കുമ്പോഴേ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണോ അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്തെടുത്തതാണോ എന്നുള്ളതാണ് നേച്ചർ വേഴ്സസ് നെർച്ചർ ഇഷ്യൂ. അതുപോലെ തന്നെ റേഷണലിസം വേഴ്സസ് എംപിരിസിസം, സ്ട്രക്ചേഴ്സ് വേഴ്സസ് പ്രോസസ്സസ്, then domain generality versus domain specificity, validity to causal inferences versus ecological validity, applied versus basic research, then biological versus behavioral methods. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ കീ ഇഷ്യൂവും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ 6 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ റിയലി സ്കോർ ദ മാക്സിമം മാർക്സ് ദാറ്റ് ഈസ് അവൈലബിൾ. അപ്പോൾ ആസ് എ സാമ്പിൾ എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിനെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇഗ്നോയുടെ BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom ഇതിലേതെങ്കിലും കോഴ്സ് പഠിക്കുകയോ പഠിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്വേസ് ലേണിംഗ് റെഗുലറായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഹൈക്വേസ് ലേണിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അറിയാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഹൈക്വേസ് ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്